താനിവിടെ എയിം ചെയ്ത് നിൽക്ക്. ഞാൻ താഴെ പോയി അവളുടെ തൊട്ടടുത്ത് നിൽക്കാം. ഞാൻ കൈ ചൂണ്ടുന്ന പൊസിഷനിൽ താൻ അടിച്ചാൽ മതി. ഇന്ന് അവളെ വീഴ്ത്തിയിട്ടേ ഉള്ളൂ കാര്യം. ഓൾ ദി ബെസ്റ്റ്. വിജയേട്ടനെ നല്ല വാശിയുണ്ടല്ലേ ചേച്ചി? മമ്മിയുടെ മുമ്പിൽ ആളാവാൻ ഒരവസരം കിട്ടിയാ വിജയ് അത് കളയില്ല. അയ്യോ എന്നെ കണ്ടുപോയേ. അയ്യോ അമ്മ. അയ്യോ എന്നെ കണ്ടേ. അയ്യോ അയ്യോ എന്നെ കണ്ടേ. അയ്യോ 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 എന്നെ കണ്ടുപോയേ. ആരെങ്കിലും ഓടി വരണേ. അയ്യോ അയ്യോ. എന്ത് പറ്റി വിജയ് സർ? അയ്യോ എന്നെ കണ്ടുപോയേ. അയ്യോ 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 എന്റെ കണ്ണേ അമ്മ. അയ്യോ അയ്യോ എന്റെ കണ്ണുപോയേ. പഴയ സിനിമയിലെ വില്ലന്മാരെ പോലെ ആയി. എന്തൊക്കെയാ വിജയ് നീ പറയുന്നേ? ഈ വീടിന്റെ ഉമ്മർത്ത് നിൽക്കുമ്പോ ആരാ നിന്നെ കല്ലെടുത്തെറിയുന്നേ? കല്ല് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ വിജയ്? അത് കല്ല് തന്നെയാണെങ്കിൽ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവിടെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും വിജയെ കല്ലെടുത്തെറിയുന്നത് കണ്ടായിരുന്നോ? അതെ, കണ്ണിനായതുകൊണ്ട് കുറെ നേരത്തേക്ക് എനിക്ക് കാഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ നോക്കാനാ ആന്റി? പക്ഷെ എറിഞ്ഞത് ആരായിരുന്നാലും കൃത്യമായിട്ടുള്ള ഉന്നമായിരുന്നു. ആ നേരത്തെ ഇവള് തൊട്ടടുത്തുണ്ടായിരുന്നില്ലേ? അങ്ങനെ ആരെയും ഗേറ്റിനടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവള് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ കണ്ടിട്ടില്ല മാഡം. സത്യത്തില് കരച്ചില് കേട്ടപ്പോഴാ വിജയ് സാർ അവിടെ നിന്നിരുന്നത് പോലും ഞാൻ അറിഞ്ഞത്. ഓ, നീ പിന്നെ ചുറ്റുപാടുകളൊക്കെ മറന്ന് ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നവളാണല്ലോ. കാണേണ്ട ഒന്നും നീ കാണൂല. പത്മ, വിജയ് കാണിച്ചു കൂട്ടുന്ന അബദ്ധങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടത് നന്ദിനിയാണോ? കാര്യങ്ങൾ എന്തെങ്കിലും നേരാവണ്ണം ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോ ഇന്ന് രാത്രി ഇടിവെട്ടി മഴ പെയ്താലും അതിന്റെ ഉത്തരം നന്ദിനി തന്നെ പറയണമെന്നുള്ള രീതിയിലാ കാര്യങ്ങൾ പോണത്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്ദ്രജെ, എന്നെ ഒന്ന് മുറിയിലേക്ക് കൊണ്ടുപോ. ഞാനവിടെ എന്റെ ഒറ്റ കണ്ണുമായിട്ടിരുന്നോളാം. ആ, എടുത്തോണ്ട് പോടി. യോ, ഇനിയെങ്കിലും ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കല്ലേ